രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തൃതീയസ്കന്ധം 7-ാം അധ്യായത്തിൽ ജീവജാലങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും പ്രജാപതികളെക്കുറിച്ചുമൊക്കെ വിതുരർ ചില ചോദ്യങ്ങൾ ചോദിച്ചുവല്ലോ. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാനായി പുറപ്പെടുകയാണ് മൈത്രേയ മഹർഷി. വിതുരരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് സൃഷ്ടിയുടെ 2ാമത്തെ ഘട്ടമായ വിസർഗം എന്ന ഭഗവൽ ലീലകളെക്കുറിച്ച് മൈത്രേയൻ വിതുരരോട് പറയാൻ ആരംഭിച്ചു. ശ്രീമദ് ഭാഗവതം വിതുരരുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മൈത്രേയൻ ആദ്യം അതിൻ്റെ ആചാര്യ പരമ്പരയെ വിവരിച്ചു. എങ്ങനെയാണ് അത് തന്നിലേക്ക് എത്തിച്ചേർന്നത് അതുവരെയുള്ള ഭാഗങ്ങൾ വിവരിച്ചു. ഒരിക്കൽ സനകാദി മഹർഷിമാർ അനന്തനോട്, ആദിശേഷനോട് ഭഗവാന്റെ തത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് അപേക്ഷിക്കും. അപ്പോൾ സംകർഷണമൂർത്തി ഭഗവാന്റെ വാങ്മയീ രൂപമായ ശ്രീമദ് ഭാഗവതം അത് സനകാദികൾക്ക് ഉപദേശിച്ചു കൊടുത്തു. സനകാദികൾ ഭാഗവതം സാംഖ്യായന മഹർഷിക്കാണ് ഉപദേശിച്ചത്. സാംഖ്യായന മഹർഷിയിൽ നിന്ന് അത് പരാശര മഹർഷിക്ക് കിട്ടി, പിന്നീട് ബൃഹസ്പതിക്കും. പരാശരമുനി അത് മൈത്രേയന് ഉപദേശിച്ചു. ആ മൈത്രേയൻ ഇതാ ഇപ്പോഴ് വിതുരർക്കായി പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു. പ്രളയം കഴിഞ്ഞിട്ട് വിരാട് പുരുഷൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സ്കന്ധം 2 അധ്യായം 5, 6 ഇവയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തൃതീയ സ്കന്ധത്തിലെ 5ഉം 6ഉം അധ്യായത്തിലും അതുതന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ നാഭിയിൽ നിന്ന് സ്വർണവർണ്ണമായ ഒരു താമര പുറത്തേക്ക് വന്നു. ആ താമരയിൽ ഭഗവാന്റെ ചൈതന്യം പ്രവേശിച്ചപ്പോൾ ബ്രഹ്മദേവൻ ഉടലെടുത്തു. ബ്രഹ്മദേവൻ്റെ സൃഷ്ടി അത് സ്വയം ഉണ്ടായതുകൊണ്ട് അതിന് സ്വയംഭൂ എന്നാണ് പറയുക. ബ്രഹ്മദേവൻ സ്വയംഭൂവായിട്ടാണ് ഉത്ഭവിച്ചത്. ബ്രഹ്മദേവൻ താമരയിൽ ഇരുന്ന് 4 ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് 4 മുഖം തന്നെ ഉണ്ടായിത്തീർന്നു. അങ്ങനെയാണ് ബ്രഹ്മാവ് 4 മുഖനായി തീർന്നത് എന്നാണ്. താൻ എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ അന്വേഷിച്ച് ബ്രഹ്മദേവൻ ഈ താമരത്തണ്ടിൽ കൂടി താഴോട്ട് ഇറങ്ങിച്ചേർന്നു. എല്ലായിടത്തും കൂരിരുട്ടാണ്, കുരാക്കൂരിരുട്ട്, ഒന്നും കാണാനില്ല. 100 ദിവ്യ സംവത്സരം ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നടന്നു. ഉടനെ താമരയിലേക്ക് തന്നെ മടങ്ങി വന്നു. അപ്പോഴേക്ക് 100 ദിവ്യവർഷം തപസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇതൊരു തരം തപസ് തന്നെയാണ്. എന്താ ഈ തപസ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലിൽ നിൽക്കണം എന്നൊന്നും അർത്ഥമില്ല. ഒരു കാര്യത്തിന് വേണ്ടി
ശ്രദ്ധ വെച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് തപസ്. അപ്പോൾ ഇവിടെ തൻ്റെ ഉത്ഭവം എങ്ങനെയാണ് എന്നറിയാനായിട്ട് അയാൾ ആ ഉത്ഭവ സ്ഥാനം എവിടെയാണ്, ആരിൽ നിന്ന് ഉത്ഭവിച്ചു എന്നൊക്കെ അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി ഇറങ്ങിച്ചെന്നതാണ്. പുറമേ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ജ്ഞാന പ്രകാശം തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞതായിട്ട് കണ്ടു. ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ തൻ്റെ മനസ്സിൽ അത്യധികമായ ഒരു തെളിച്ചം വന്നതായിട്ട് അനുഭവപ്പെട്ടു. വെള്ള നിറമുള്ള അനന്തൻ്റെ പുറത്ത് ശയിക്കുന്ന നീലമേഘ ശ്യാമള വർണ്ണമുള്ള ഭഗവാന്റെ അതിമനോഹരമായ രൂപമാണ് ബ്രഹ്മദേവൻ കണ്ടത്. അനന്തൻ്റെ ഫണങ്ങളിൽ അനേക രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളങ്ങനെ തിളങ്ങുന്നു. അതിൻ്റെ പ്രകാശം എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. കിരീടകുണ്ടലങ്ങൾ, മുത്തുമാലകൾ, വനമാല, കൗസ്തുഭം, സ്വർണ്ണാഭരണങ്ങൾ, ഇങ്ങനെ നിരവധി ആഭരണങ്ങൾ, ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കൃതനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അനന്തനിൽ ശയിക്കുന്ന ഭഗവാനെയാണ് ബ്രഹ്മദേവന് കാണാൻ കഴിഞ്ഞത്. ബ്രഹ്മദേവൻ ആനന്ദഭരിതനായി. ഭഗവാന്റെ നാഭിയിൽ നിന്നുള്ള താമരയിൽ തന്നെയും കണ്ടപ്പോൾ ബ്രഹ്മദേവൻ അത്ഭുതപ്പെട്ടു. ബ്രഹ്മദേവൻ ആനന്ദഭരിതനായി, ഭക്തിപരവശനായി ഭഗവാനെ സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കാൻ ആരംഭിച്ചു. ഈ അധ്യായത്തിൽ ഒരു ഉപകഥ കൂടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. 9ാമത്തെ ശ്ലോകത്തിൽ പുലസ്ത്യേന ഉക്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കഥ സൂചിപ്പിച്ചതുകൂടി മനസ്സിലാക്കാം. പരാശരൻ്റെ പിതാവായ ശക്തി എന്നു പേരായ മുനി, ആ മുനിയെ ഒരു രാക്ഷസൻ പിടിച്ചു തിന്നു. പരാശരൻ സർവ്വരാക്ഷസന്മാരെയും ഇല്ലാതാക്കാനായി ഒരു രാക്ഷസ സത്രം നടത്താൻ പുറപ്പെട്ടു. പണ്ട് ജനമേജയൻ പരീക്ഷത്തിനെ തക്ഷകൻ കടിച്ച് കൊന്നു എന്നതുകൊണ്ട് പാമ്പുകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സർപ്പസത്രം നടത്താൻ പുറപ്പെട്ടുവല്ലോ, അതുപോലെ ഇവിടെ രാക്ഷസ സത്രം നടത്താനാണ് പുറപ്പെട്ടത്. പക്ഷേ അത് ശരിയല്ല എന്ന് പറഞ്ഞ് വസിഷ്ഠമുനി അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വസിഷ്ഠമുനിയുടെ ഉപദേശപ്രകാരം പരാശരൻ ആ കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള രാക്ഷസന്മാർ, കുറേ പേരൊക്കെ അപ്പോഴേക്ക് നശിച്ചിരുന്നു, ബാക്കിയുള്ള രാക്ഷസന്മാർ രക്ഷപ്പെട്ടു. ഈ രാക്ഷസന്മാർ പുലസ്ത്യൻ്റെ സന്തതികളാണ്. രാമായണത്തിൽ പൗലസ്ത്യൻ എന്ന നാമധേയം നമുക്ക് പരിചയമുള്ളതാണല്ലോ. അവരെ സമൂലം നശിപ്പിക്കാനാണല്ലോ പരാശരൻ പുറപ്പെട്ടത്. അതിൽ നിന്ന് പിന്തിരിഞ്ഞതിനാൽ പരാശരന് പുരാണ പ്രയോക്താവാകാനുള്ള അവകാശം ലഭിച്ചു.